കെട്ടടങ്ങി സന്തോഷകരമായ നാളുകളിലൂടെ കടന്നു പോകുകയാണ് അഭിരാമി സുരേഷും അമൃത സുരേഷും. അമൃത ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങളിലും താങ്ങായി ഒപ്പം അഭിരാമി ഉണ്ടായിട്ടുണ്ട്. ആദ്യ വിവാഹ ബന്ധത്തിൽ അമൃത നേരിട്ട പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടയാളാണ് അഭിരാമി. തന്റെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നവർക്ക് തക്കതായ മറുപടി അഭിരാമി നൽകാറുണ്ട്. ഇന്ന് അമൃത നേരിട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിരാമിയാണ്. ചേച്ചിയുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അഭിരാമിയെയും മാനസികമായി ബാധിച്ചിട്ടുണ്ട്. താൻ വിവാഹം കഴിക്കാത്തതിന് കാരണങ്ങളിൽ ഒന്ന് ഈ മാനസിക ആഘാതമാണെന്ന് അഭിരാമി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് അഭിരാമി സുരേഷ്. വിവാഹ ജീവിതത്തോട് തനിക്ക് താല്പര്യമുണ്ടെന്നും എന്നാൽ ചില ഭയങ്ങൾ ഉള്ളിലുണ്ടെന്നും അഭിരാമി സുരേഷ് വ്യക്തമാക്കി. എന്നെ പൊന്നുപോലെ നോക്കുന്ന ആളായിരിക്കണം. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും വിഷമിപ്പിക്കാൻ ഒരാളെ വേണ്ട. തന്നെ നന്നായി നോക്കാൻ പറ്റുന്ന ഒരാൾ വരും. വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അഭിരാമി വ്യക്തമാക്കി. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയെന്ന് കേട്ടാൽ എനിക്ക് തീരെ പറ്റാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് സഹിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഈ കാണുന്ന ആളല്ല യഥാർത്ഥത്തിൽ. എല്ലാം സഹിക്കുന്ന ആളാണ്. അത്രയും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോയാലേ ഞാനത് വേണ്ടെന്ന് വെക്കൂ. അത്രയും പോലും സഹിക്കരുത്. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നയാൾക്കൊപ്പം കല്യാണത്തിലേക്ക് കടക്കരുത്. ആണുങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത്. കെട്ടിക്കഴിഞ്ഞ് എനിക്ക് അസഹ്യമായാൽ ഞാൻ എന്തായാലും ഡിവോഴ്സ് ചെയ്യും. ട്രോമയുള്ളതിനാൽ കല്യാണ മാർക്കറ്റിലേക്ക് പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങൾ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പാപ്പുവിനെ മകളെ പോലെ നോക്കുന്നു. അമൃത ചേച്ചിയും അമ്മയും എൻ്റെ 10 ഇരട്ടി അവളെ സ്നേഹിക്കുന്നുണ്ട്. വിവാഹവും കുടുംബജീവിതവും അനുയോജ്യമായ സമയത്ത് നടക്കും. ഞാനത് വേണ്ടെന്ന് വെച്ച ആളല്ല. തനിക്ക് ജീവിതത്തിൽ വന്ന തിരിച്ചറിവുകളെക്കുറിച്ചും അഭിരാമി സംസാരിച്ചു. 18 മുതൽ 25 വയസ്സ് വരെ ചില ബന്ധങ്ങൾക്ക് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തിരുന്നു. റിബലാകുന്ന ആ പ്രായത്തിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ പല പ്രശ്നങ്ങളിലും പോയി ചാടി. തെറ്റായ ആളുകളെ വിശ്വസിച്ചു. അവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അന്ധമായി ആരെയും ഒന്നിനെയും വിശ്വസിക്കരുതെന്നാണ് താൻ പഠിച്ച പാഠമെന്ന് അഭിരാമി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അഭിരാമി സുരേഷ്. നേരത്തെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും അഭിരാമി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അമ്മയും ചേച്ചി അമൃതയും അമൃതയുടെ മകളുമാണ് അഭിരാമിയുടെ ലോകം.